ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മൊബൈലിൽ ആവശ്യമില്ലാത്ത പരസ്യങ്ങൾ, ഇതുപോലെയുള്ള വീഡിയോ പരസ്യങ്ങൾ, പിന്നീട് ബാനർ പരസ്യങ്ങൾ, ഇവയെല്ലാം നെറ്റ് കണക്ട് ചെയ്ത ഉടൻ ചാടിക്കയറി വരുന്നത് ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നതെങ്കിൽ 100% നമുക്ക് ഈ പരസ്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മൾ വെറും 3 സ്റ്റെപ്പ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് ഈ പരസ്യങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ സാധിക്കും. നമുക്കിത് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ. ഓക്കെ ഫ്രണ്ട്സ്, ഇതിനായി നമ്മൾ ആദ്യം സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം ഇവിടെ ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം ആർട്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാം, അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിലിപ്പോൾ 3 ഓപ്ഷൻ കാണാം: റീസെറ്റ് അഡ്വർടൈസിങ് ID, അതുപോലെ തന്നെ ഡിലീറ്റ് അഡ്വർടൈസ് ID. ഇങ്ങനെ 2 ഓപ്ഷൻ നമുക്ക് കാണാം. ഈ 2 ഓപ്ഷനാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. കണ്ടില്ലേ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ പരസ്യങ്ങൾ കയറി വരികയാണ്. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ആപ്പ് എടുക്കാമൊന്നും സാധിക്കത്തില്ല. ഇതുപോലെ പരസ്യങ്ങൾ ചാടിച്ചാടി ചില സമയത്ത് വൃത്തികെട്ട പരസ്യങ്ങളായിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഈ 2 ഓപ്ഷനാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. അത് നമ്മൾ റീസെറ്റ് അഡ്വർടൈസിങ് ID ആദ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ നമ്മൾ കൺഫേം അടിക്കുക. അതിനുശേഷം ഡിലീറ്റ് അഡ്വർടൈസിങ് ID എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡിലീറ്റ് അഡ്വർടൈസിങ് ID എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ ഒട്ടുമുക്കാലും പരസ്യങ്ങളെല്ലാം ഇതുപോലുള്ള പരസ്യങ്ങൾ നിൽക്കും. പിന്നീട് നമ്മൾ മുകളിൽ ചോദിച്ചിട്ടുണ്ട് ഗെറ്റ് ന്യൂ അഡ്വർടൈസ് ID. അത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും പരസ്യം വരണോ ഇല്ലയോ ആണോ ചോദിക്കുന്നത്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ബാക്ക് അടിക്കുക. ഇതുകൊണ്ടും മാറിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. മുകളിൽ ഒരു ആരോ ചിഹ്നം അല്ലെ 3 ഡോട്ട് കാണും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിൽ വന്ന ശേഷം മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ രണ്ടാമത് കിടക്കുന്ന ഓപ്ഷൻ കുക്കീസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നാണ് ഇവിടെ കിടക്കുന്നത്. അത് കറക്റ്റാണ്. ചില ആൾക്കാരുടെ മൊബൈലിൽ അലോ കുക്കീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഇൻകോഗ്നിറ്റോ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. പിന്നീട് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. പോപ്പപ്പ് ആൻഡ് റീഡയറക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ഓഫ് ആണെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഓഫായിട്ടാണ് കിടക്കുന്നത്, അത് ഒന്ന് ഓൺ ആക്കിയിടുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ പരസ്യങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. പിന്നീട് അതിന് താഴെ ഒരു ഓപ്ഷൻ തീർന്നില്ല, താഴെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അതുകൂടെ സെലക്ട് ചെയ്ത് നോക്കുക. ആപ്സ് ഓൺ ആണെങ്കിൽ അതും ഒന്ന് ഓഫാക്കിയിടുക. പിന്നീട് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, അത് നമ്മളെ ലാസ്റ്റിൽ കാണിക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ആഡ് മൊത്തം നിന്ന സ്ഥിതിക്ക് അത് കാണിക്കാൻ നിർവാഹമില്ല. എന്നാലും ഞങ്ങൾക്കത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ റീസെൻറ്റ് ബട്ടൺ, ഈ സ്കോറിൽ കിടക്കുന്ന ഈ റീസെൻറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഫയൽ മാനേജർ എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ, ആ ഭാഗത്തായിട്ട് ആ പരസ്യം വന്ന ആ ഏത് ആപ്ലിക്കേഷനാണെന്ന് അതിൻ്റെ പേര് ഇവിടെ കാണിക്കും. പ്ലേ സ്റ്റോർ ചില സമയത്ത് കാണിക്കും, പ്ലേ സ്റ്റോർ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം പല സമയത്തും പല രീതിയിലുള്ള ഈ ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കും. ആ ആപ്ലിക്കേഷൻ നമ്മൾ സെറ്റിങ്സിൽ പോയി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കാം. ഒരു സെക്കൻഡ്, ഇതിൽ ആപ്സ് എടുക്കുക, മാനേജ് ആപ്സ് എടുക്കുക. ആ സമയം കാണിച്ച ഏത് ആപ്ലിക്കേഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയുക. നമുക്ക് ആവശ്യമില്ലാത്ത മറ്റ് വേണ്ടാത്ത ആപ്ലിക്കേഷനോട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പരസ്യം 100% നിൽക്കും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മുമ്പേ നമ്മൾ പരസ്യം ഓരോ മിനിറ്റ് ഇടവിട്ട് കണ്ടുകൊണ്ടിരുന്ന മൊബൈലാണ്. ഇപ്പോൾ അതിലൊരു പരസ്യവും വരുന്നില്ല, കണ്ടില്ലേ?
ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.